അല്പസമയത്തിനകം ആരംഭിക്കും. അഭിവന്ദനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ചരിത്രം വിശേഷിപ്പിച്ചിട്ടുള്ള നമ്മുടെ പാർലമെന്റിന്റെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായി നടന്ന സുരക്ഷാ വീഴ്ചയായ ജനാധിപത്യ ധ്വംസന നടപടിയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കാനാണ് UDF ഇന്ന് ഈ രാജ്ഭവന്റെ മുന്നിൽ ഈ സത്യാഗ്രഹം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ചും MP-മാരെ കുറിച്ചുമുള്ള ഈ ഭരണ സംവിധാനത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് തോന്നിട്ട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ തലേ ദിവസമാണ് പാകിസ്ഥാന് സ്വാതന്ത്ര്യം. രണ്ടുപേരും ബ്രിട്ടീഷ് പാർലമെന്റിൽ ഈ സമ്പ്രദായം പിന്തുടരുന്നു എന്ന് അവകാശപ്പെട്ടെങ്കിലും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടായിരുന്ന പ്രധാന വ്യത്യസ്തത എന്ന് പറയുന്നത് പാകിസ്ഥാനെ ലോകരാഷ്ട്രങ്ങൾ വിശേഷിപ്പിച്ചത് ഒരു ബനാന റിപ്പബ്ലിക് എന്നുള്ളതാണ്. ഭരണഘടനയൊക്കെ ഉണ്ടെങ്കിലും അതിനൊന്നും യാതൊരു വിലയുമില്ലാത്ത നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 75-76 വർഷക്കാലമായി നടന്നത്. എന്നാൽ ഇന്ത്യ മുന്നോട്ട് കുതിച്ചുയർന്നത് ആ ജനാധിപത്യ മൂല്യങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കേണ്ട പശ്ചാത്തലം. ശ്രീ നരേന്ദ്രമോദി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പാകിസ്ഥാനിൽ നിന്ന് വ്യത്യസ്തമാക്കാനല്ല ശ്രമിക്കുന്നത്, പാകിസ്ഥാൻ ചെയ്യുന്ന നിലയിലേക്ക് തന്നെ ഇവിടുത്തെ ഭരണഘടനയെ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യരാകുന്ന ഒരു കാഴ്ചയാണ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നേതാക്കന്മാരുടെ സത്യഗ്രഹമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ പാർലമെന്റിനെ നോക്ക് കുത്തിയാക്കി മുന്നോട്ട് പോകുന്ന NDA ഭരണകൂടം അവരുടെ സമീപനങ്ങൾ എല്ലാം മറയും നീക്കി പുറത്തു വന്നിരിക്കുന്നു. BJPക്കുള്ള മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാർലമെന്റിനെ തന്നെ വളരെ അപ്രസക്തമാക്കിക്കൊണ്ട് ഇതിനെ തകർക്കുമ്പോൾ അവസാനം കണ്ട കാഴ്ച എന്താണ്? എന്തിനാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത്? എല്ലാവരും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. പാർലമെന്റിൽ നടന്ന ഒരു ഭീകരാക്രമണം, ആക്രമണം, അതിനെ അപലപിക്കുമ്പോൾ തന്നെ അതേക്കുറിച്ചൊരു ചർച്ച, അതേക്കുറിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതേക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തണം, പ്രസ്താവന നടത്തണം എന്ന് ആവശ്യപ്പെടാനുള്ള അവകാശം പാർലമെന്റ് അംഗങ്ങൾക്കില്ലേ? ആ ആവശ്യം ഉന്നയിച്ചതിനാണ് പാർലമെന്റ് അംഗങ്ങളെ ഇതുപോലെ കൂട്ടത്തോടുകൂടി കഴിഞ്ഞ 7 വർഷമായി നമ്മൾ കാണുകയാണ്. പാർലമെന്റിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചാൽ അവരെയൊക്കെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. ഇപ്പൊ കേരളത്തിലെ മുഴുവൻ കേരളത്തിലെ MP-മാരിൽ ഭൂരിപക്ഷം എല്ലാ കക്ഷിയിൽപ്പെട്ട MP-മാർ, ഇന്ത്യ സഖ്യത്തിന്റെ കീഴിലുള്ള മിക്ക MP-മാരെ ഇതുപോലെ കൂട്ട സസ്പെൻഷൻ നടത്തിയ ഒരു സംഭവം പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ഇന്ത്യയിൽ പാർലമെന്റിലും അമേരിക്കൻ സെനറ്റിലും എവിടെയെങ്കിലും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ വരുന്ന കാര്യം നമുക്ക് സംശയമാണ്. കാരണം എല്ലായിടത്തും ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാൻ, അതും പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് വിമർശിക്കാനും പ്രതിഷേധിക്കാനുള്ള അവകാശം ഭരണഘടനാപരമായി തന്നെ ഉള്ള അവകാശം. ഇത് BJPയെ പോലെ ഒരു ഗവൺമെന്റ്, BJPയുടെ ഗവൺമെന്റ് ഇതൊക്കെ ചെയ്യുന്നതിൽ ആർക്കും അത്ഭുതവും അതിശയവുമില്ലെങ്കിൽ ജനാധിപത്യത്തിന് നേരെ വരുന്ന ഈ ആക്രമണത്തെ സർവശക്തി ഉപയോഗിച്ച് എതിർക്കാൻ ഞങ്ങളുടെ UDF കോൺഗ്രസ് പ്രതിജ്ഞാ പത്രം. ഇവിടെ കേരളത്തിൽ ഇതിന് സമാനമായ സ്ഥിതിയാണ് നമ്മൾ. അവിടെ ഒരു ഏകാധിപതി, ഒരു ഹിറ്റ്ലറുടെ ഏകാധിപത്യത്തോടു കൂടി ആ പ്രവർത്തന ശൈലി ജനാധിപത്യത്തെ തകർക്കുന്നു. ഇവിടെ കേരളത്തിലെ ഒരു ജനാധിപത്യ ഗവൺമെന്റ്, അതിന്റെ തലവനായ മുഖ്യമന്ത്രി നടത്തുന്ന നവകേരള യാത്രയിൽ അതിൽ പ്രതിഷേധിക്കുന്നവരുടെ നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ഇന്നലെയും മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്നറിയാമോ? അത് മാതൃകാപരമായ പ്രവർത്തനമാണ് പോലീസ് DYFI. കഴിഞ്ഞ 2 ദിവസമായി യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകന്മാർ സെക്രട്ടേറിയറ്റിനും DGP ഓഫീസിനും മുമ്പിൽ പ്രതിഷേധിച്ചപ്പോൾ
അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് പറഞ്ഞു, കാരണം ഇത്രയും നിയമവിരുദ്ധമായി പോലീസ് ആക്രമിച്ച ഒരു ഏകാധിപതിയുടെ ധിക്കാരത്തോടു കൂടിയുള്ള ഭരണത്തിൽ ഈ പ്രതിഷേധിക്കുന്നവർക്ക് അവർക്ക് രക്ഷ നൽകാൻ പോലീസ് തയ്യാറായില്ലെങ്കിൽ അടിച്ചാൽ തിരിച്ചടിക്കും എന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചതിനെ മുഖ്യമന്ത്രി ആവർത്തിച്ച് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും ഇവിടെ കലാപമുണ്ടാക്കാൻ ആരാണ് ഈ കലാപം ഇവിടെ ഉണ്ടാക്കിയത്? അക്രമങ്ങൾ അടിച്ചുവിട്ടതാരാ? മുഖ്യമന്ത്രിയാണ്. ഒരു മന്ത്രി പ്രസംഗിച്ചു, എന്നറിയാം, വാസ്തവൻ കാലം നമുക്ക് നൽകിയ ഒരു കർമ്മയോഗിയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. പിന്നെ ഒന്നുകൂടി പറഞ്ഞു, ദൈവത്തിന്റെ ഒരു വരദാനമാണ്. ശരിയാണ്, കാലം നമുക്ക് നൽകിയ ക്രൂരനായ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ചരിത്രത്തിൽ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ മന്ത്രിമാരുണ്ടായിരുന്നല്ലോ. ഇതുപോലെ ഒരു ക്രൂരനായ മനുഷ്യത്വമില്ലാത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായി. പ്രതിപക്ഷ നേതാവ് കലാപാഹ്വാനം നടത്തിയത് അദ്ദേഹത്തെ പേരിൽ കേസെടുത്തു. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു, എന്നെ അങ്ങനെ ഞാൻ പേടിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിനെ ഒറ്റപ്പെടുത്തി ഇവിടെ കലാപം നടത്താൻ പോകുന്നു എന്ന് മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയാൽ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കല്ല, മുഴുവൻ കോൺഗ്രസ് നേതാക്കളും മുഴുവൻ UDF നേതാക്കളും പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഇവിടുത്തെ അക്രമം ഏറ്റുവാങ്ങുന്ന ചെറുപ്പക്കാരോടൊപ്പം. കോൺഗ്രസുകാർ സമാധാനപ്രിയരാണ്. പക്ഷേ പോലീസ് ക്രൂരമായി പ്രവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കൺമാൻ ഒരു IPS ഉദ്യോഗസ്ഥൻ കോഴിക്കോട് വെച്ച് അങ്ങനെ ഒരു കേസ് പ്രവർത്തകരെ കഴുത്ത് ജനിച്ചു കൊണ്ടാണ് ശ്രമിച്ചത്. എന്നോടൊരാൾ ചോദിക്കുകയാണ്, ഈ പടം കണ്ടപ്പോൾ ഇത് ഗാസയിലാണോ അതോ കോഴിക്കോടിലെ രജിപ്പാലത്തിൽ നിന്നുള്ള ചിത്രമാണ്? ഇവിടെ ഒരു കേസ് പ്രവർത്തകരെ അടിച്ച് അവരുടെ മൂക്കിന്റെ പാലം പൊട്ടിച്ച് ചോര വിളിക്കുന്ന ആ കുട്ടിയുടെ ചിത്രം കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അത് ഗാസയിൽ നിന്ന് വരുന്ന ചിത്രത്തിന് സമാനമായ ഒരു ചിത്രം. ഇത്രയും ക്രൂരമായ അടിച്ചമർത്തുക ശ്രീ പിണറായി വിജയൻ സത്യത്തിൽ നരേന്ദ്രമോദിയുടെ യഥാർത്ഥത്തിലുള്ള ഈ കേരളത്തിന്റെ പതിപ്പാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെയും UDF-നെയും ഒക്കെ ഞങ്ങൾ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറയുന്നത് കലാപശ്രമമാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെങ്കിൽ കേരളത്തിൽ ഇതുപോലുള്ള അക്രമം തുടർന്നാൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കേരളത്തിൽ വഴി നടക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ നിഷേധിക്കുകയില്ലെങ്കിൽ ഈ അക്രമങ്ങളെ ആക്രമിച്ച് അവരുടെ ചോര ഒലിപ്പിച്ചുകൊണ്ട് അവർ കയ്യിൽ കെട്ടി നോക്കി നിൽക്കുകയില്ല എന്നുകൂടി ഈ അവസരത്തിൽ പറയാനാക്കി. മോദിയുടെ പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരെ, ക്രൂരതയ്ക്കെതിരെ, അക്രമണത്തിനെതിരെ, ജനാധിപത്യത്തെ കുഴിച്ചുകൂടാൻ മോഡി ശ്രമിക്കുമ്പോൾ ജനാധിപത്യപരമായ അവകാശങ്ങളെ തച്ചു തകർത്ത് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒരു കൂട്ടാരാജാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിനെ ഞങ്ങൾ സത്യാഗ്രഹം കൂടി പറഞ്ഞുകൊണ്ട് ഈ സത്യാഗ്രഹ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഇന്ത്യയിലെ എല്ലാ തലസ്ഥാന നഗരങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ പാർലമെന്റിൽ ചെയ്ത നടപടികൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം എന്നറിയുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 100 ലോകസഭാ അംഗങ്ങൾ, 46 രാജ്യസഭാ അംഗങ്ങൾ അവരുടെ സഭകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്താണ് കാരണം എന്ന് നമുക്കറിയാം. പാർലമെന്റിൽ അകത്തുണ്ടായ ആക്രമണം. പാർലമെന്റിന്റെ ഗ്യാലറിയിൽ നിന്നും 2 പേര് ചാടി വീണ് പുക ബോംബ് തട്ടിച്ച സംഭവം. ആ പുക ബോംബിന് പകരം വിഷബോംബായിരുന്നുവെങ്കിൽ, കാരണം പുക ബോംബ് സെക്യൂരിറ്റിയെ മറികടന്ന് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അക്രമിക്ക് അത് വിഷബോംബ് കൊണ്ടുവരാൻ കഴിയും. എന്തായാലും സെക്യൂരിറ്റി പരിശോധനയെ മറികടന്നതാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ആ ഉത്തരം പറയുമായിരുന്നു. പാർലമെന്റ് ആക്രമണം ഉണ്ടായതിന്റെ വാർഷികമാണ്. അന്ന് പോലും ആവശ്യമായ സുരക്ഷാ പരിശോധനകൾ പാർലമെന്റിനകത്തുണ്ടായില്ല എന്ന് പറഞ്ഞാൽ
ഗുരുതരമായ വീഴ്ചയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ പ്രധാനമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ ഗുരുതരമായ വീഴ്ചയാണ്. പാർലമെന്റിന്റെ അകത്ത് മാത്രമല്ല പുറത്തും അവര് തീ കത്തിച്ചുമെല്ലാം പ്രതിഷേധിച്ചതിന്റെ കാരണം എന്തുമാകട്ടെ, പ്രതിഷേധിച്ചത് ആരുമാകട്ടെ, അത് നൽകുന്ന സന്ദേശം എന്താണ്? ഏത് അക്രമിക്കും എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളെയും സുരക്ഷാ പരിശോധനകളെയും മറികടന്ന് ഏത് ആയുധവുമായും പാർലമെന്റിന്റെ അകത്ത് കയറാൻ പറ്റുമെന്നുള്ളൊരു ഏറ്റവും ഗുരുതരമായ ഒരു സന്ദേശമാണ് കൊടുത്തത്. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും ഒക്കെ പല ശക്തികൾ ശ്രമിക്കുന്ന കാലത്ത് എല്ലാ കാലത്തും ഇതുണ്ടായി. പക്ഷേ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇത് എന്തുകൊണ്ടുണ്ടായി, എന്താണ് സംഭവിച്ചത്? പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത്തരം സംഭവങ്ങൾ പാർലമെന്റിന്റെ അകത്തോ പുറത്തോ മാത്രമല്ല, ഈ രാജ്യത്ത് എവിടെ സംഭവിച്ചാലും അത് സംബന്ധിച്ച ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവന പ്രധാനമന്ത്രി നൽകുന്നത് പതിവാണ്. ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇത് സംബന്ധിച്ചൊരു പ്രസ്താവന കൊടുക്കില്ല, ലോകസഭയിലും രാജ്യസഭയിലും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ധിക്കാരവും ദാസ്യവും എവിടെ ഉണ്ടാവും? അത് കഴിഞ്ഞ പിന്നെ കേരളത്തിലാണുള്ളത്. ഇത്രയും വലിയ ധിക്കാരം പാർലമെന്റിൽ വന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കില്ല. എംപിമാരെല്ലാവരും, സ്പീക്കർ അടക്കമുള്ള എല്ലാ എംപിമാരും ഇരിക്കുമ്പോൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുമ്പോൾ ഇത്രയും വലിയ അക്രമം കാണിച്ചതിന്റെ പശ്ചാത്തലം എന്താണ് ഗവൺമെന്റ് സ്വീകരിക്കാൻ പോകുന്ന നടപടി? അത് പാർലമെന്റ് അംഗങ്ങളോട് മാത്രമുള്ള വിശദീകരണമല്ല, അത് രാജ്യത്തോടുള്ള വിശദീകരണമാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ പാർലമെന്റിൽ പോലും സുരക്ഷയില്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സ്ഥാപനങ്ങൾക്കും എന്തു സുരക്ഷയാണുള്ളത്? അപ്പൊ ആ സമയത്ത് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വന്ന് പാർലമെന്റിൽ, ലോകസഭയിലും രാജ്യസഭയിലും രണ്ട് ഹൗസിലും സ്റ്റേറ്റ്മെന്റ് നടത്തി ജനങ്ങളെ ശാന്തരാക്കുക, പാർലമെന്റ് അംഗങ്ങളോട് വിശദീകരണം നൽകുക. പാർലമെന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളോട് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അവരെ പ്രതിനിധാനം ചെയ്യാൻ ഇവരെല്ലാവരും അവിടെ ഇരിക്കുന്നു. അപ്പൊ തീർച്ചയായും അതിന് തയ്യാറാകാതിരുന്ന ഗവൺമെന്റ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് എംപിമാർ പ്രതിഷേധം രേഖപ്പെടുത്തി. അവർ തെരുവിലേക്കല്ലല്ലോ ഇറങ്ങിയത്, ലോകസഭയുടെയും രാജ്യസഭയുടെയും നടുത്തളത്തിൽ ഇറങ്ങി. സാധാരണഗതിയിൽ എല്ലാ പ്രതിപക്ഷവും പ്രതിഷേധിക്കുന്നത് പോലെ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇതുവരെ കാണാത്ത രീതിയിൽ 2-3 ഘട്ടങ്ങളിലായി നമ്മുടെ എംപിമാരെ മുഴുവൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകസഭയിൽ 100 പേരെ, രാജ്യസഭയിൽ 46 പേരെ അവര് സസ്പെൻഡ് ചെയ്തു. ബഹുമാനായ MP ശ്രീ കെ മുരളീധരൻ ഇവിടെയുണ്ട്, അദ്ദേഹവും സസ്പെൻഡ് ചെയ്ത കൂട്ടത്തിലുള്ളതാണ്. പ്രമുഖരായ ശ്രീ കെ മുരളീധരനെ പോലുള്ള പ്രമുഖരായ നേതാക്കന്മാരെയാണ് പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത്. പരിണതരായ നേതാക്കളെ, പരിചയസമ്പന്നരായ നേതാക്കളെ, മുൻ മുഖ്യമന്ത്രിമാരായിരുന്നവരെ, കേന്ദ്രമന്ത്രിമാരായിരുന്നവരെ എല്ലാവരെയും പാർലമെന്റിൽ നിന്ന് പുറത്താക്കി. എന്നാണ് എന്നിട്ട് രാജ്യത്തെ സുപ്രധാനമായ 3 നിയമങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ പാസാക്കിയെടുത്തത്. ഭേദഗതികൾ ഇന്ത്യൻ പീനൽ കോഡിൽ, ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ, ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ 3 സുപ്രധാനമായ നിയമങ്ങൾ. നമ്മുടെ നാട്ടിലെ ഭരണഘടന കഴിഞ്ഞാൽ ഏറ്റവും സുപ്രധാനമായ 3 നിയമങ്ങളാണ് IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ആ ഭരണഘടനാ ഭേദഗതികൾ നടത്തുന്ന ഗൗരവത്തോടു കൂടി തന്നെ വേണം ഈ 3 സുപ്രധാനമായ നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ. പ്രതിപക്ഷ അംഗങ്ങളെ മുഴുവൻ ചവിട്ടി പുറത്താക്കി, ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും പുറത്താക്കി. ഈ 3 സുപ്രധാനമായ നിയമങ്ങൾ ഒരു ചർച്ച പോലും ഇല്ലാതെ ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരമായ, ഏറ്റവും കറുത്ത ദിനം എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് വേറെ നിയമം വന്നു. ഏതാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നതിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കിക്കൊണ്ടുള്ള, ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനാണ്, ഭരണഘടനാപരമായ സ്ഥാനമാണ്. അപ്പൊ ഭരണഘടനാ വിധാതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പ്രൊസീജിയറിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ
നിഷ്പക്ഷനായ ഒരാളെ നീക്കം ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സ്വാധീനിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇഷ്ടക്കാരെ വയ്ക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സംഘപരിവാർ നടത്തിയ ക്രൂരമായ പരിശ്രമമാണ് ഈ രണ്ട് നിയമങ്ങളിലൂടെ ചെയ്തത്. അപ്പോൾ പാർലമെന്റ്, ഞാൻ ഓർത്തു, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പാർലമെന്റിലേക്ക് ആദ്യം വന്നപ്പോൾ പാർലമെന്റിന്റെ പടികളിൽ ചവിട്ടി തൊട്ടു നെറുകയിൽ വെച്ചിട്ടാണ് കയറി. ഞാൻ ഓർത്തു, പാർലമെന്ററി ചരിത്രത്തിലെ പാർലമെന്റിനെ ഏറ്റവും ബഹുമാനിക്കുന്ന പ്രധാനമന്ത്രിയായിരിക്കും ഈ വരാൻ പോകുന്നത്. ഇപ്പോഴാണ് തൊട്ടു തലയിൽ വെച്ചതിന്റെ അർത്ഥം മനസ്സിലാകുന്നത്. ഞാൻ അകത്തേക്ക് കയറും, പക്ഷെ ലോകസഭയ്ക്കകത്തേക്കും രാജ്യസഭയ്ക്കകത്തേക്കും കയറില്ല എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ വന്നിരിക്കും റിട്ടയറിംഗ് റൂമിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിട്ടയറിംഗ് റൂമിൽ വന്നിരിക്കും, അമിത്ഷാ റിട്ടയറിംഗ് റൂമിൽ വന്നിരിക്കും. രണ്ടുപേരും ലോകസഭയ്ക്കകത്തേക്കും രാജ്യസഭയ്ക്കകത്തേക്കും വരില്ല. അവരവിടെ നിന്ന് ടിവിയിലാണ് ലോകസഭയും രാജ്യസഭയും കാണുന്നത്. ഇങ്ങനെ ഏതെങ്കിലും പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രിയോ നമ്മുടെ നാട് ഭരിച്ചിട്ടുണ്ടോ? ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളിരിക്കുന്ന സഭയെ അവഹേളിക്കുക വലിയ സാധാരണ റിട്ടയറിംഗ് റൂമിൽ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ പോകും. പക്ഷേ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരവിടെ നിന്ന് ലോകസഭയിലും രാജ്യസഭയിലും എത്തി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ സഭയോടും രാജ്യത്തോടും പറയുന്ന ചുമതലയാണ് ഇവർ നിർവഹിച്ചിരുന്നത്. അപകടകരമായ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം വലുതി വീഴുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ ഇത്രയും അപകടകരമായ രീതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സഭകളെ പോലും നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത അംഗങ്ങളെ അമിതമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാജ്യസഭയിൽ നിന്നും ലോകസഭയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് ഇവര് നടത്തുന്ന ഈ മുന്നോട്ടുള്ള പോക്ക് ഇന്ത്യയിലെ ജനാധിപത്യത്തെ കുഴിച്ചു മൂടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ശ്രമമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയവും ചർച്ച ചെയ്യാനുള്ള അനുമതിയില്ല. അദാനിമാർ രാജ്യത്തെ കൊള്ളയിടുകയാണ്. രാജ്യത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയാണ്. പാവപ്പെട്ടവന് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട മുൻ ഗവൺമെന്റുകൾ പ്രഖ്യാപിക്കപ്പെട്ട പരിപാടികൾ മുഴുവൻ ഇവർ തകർത്തു തരിപ്പണമാക്കി. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് മുതൽ നമ്മുടെ പാർലമെന്റിൽ ഉണ്ടാക്കിയ ലേബർ നിയമങ്ങൾ, എല്ലാ ലേബർ നിയമങ്ങളും തൊഴിലാളികൾക്ക് അനുകൂലമായ നിയമങ്ങളായി. കോൺഗ്രസ് ഭരണകാലത്ത് ഈ രാജ്യത്തിന്റെ എല്ലാ ലെജിസ്ലേച്ചറുകളിലും ഉണ്ടാക്കിയ തൊഴിൽ നിയമങ്ങളെല്ലാം തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഈ തീവ്ര വലതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്യുന്നത് എല്ലാ തൊഴിൽ നിയമങ്ങളും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ കോർപ്പറേറ്റ് ലീനിയൻ ലെജിസ്ലേഷൻസ് ആണ്. അവർക്ക് വേണ്ടിയില്ല, അതെ, ബോർഡാക്കി എല്ലാ കാര്യവും അവർക്ക് വേണ്ടി മാത്രം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന ഗവൺമെന്റാണ്. അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവരുടെ സൗകര്യത്തിന് വേണ്ടി 8 മണിക്കൂർ തൊഴിൽ സമയം 9 മണിക്കൂർ 10 മണിക്കൂർ ആക്കാനുള്ള ആലോചനയിലാണ് കേന്ദ്ര ഗവൺമെന്റ്. അപ്പോൾ ഇതുപോലെയുള്ള രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പാവപ്പെട്ടവന്റെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി നടത്തുന്ന പരിപാടികളെ മുഴുവൻ ഇല്ലാതാക്കി കോർപ്പറേറ്റ് വൽക്കരണം നടത്തി രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ വിറ്റഴിച്ച് കാർഷിക മേഖല മുഴുവൻ തകർത്ത് ഇവര് മുന്നേറുകയാണ്. അവരുടെ ജനാധിപത്യത്തെ മുഴുവൻ ജനാധിപത്യത്തോട് അവർക്ക് ഉത്സവം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഫോട്ടോ മാറ്റി മധ്യപ്രദേശിൽ ഒരു മുഖ്യമന്ത്രി അധികാരമേറ്റി. ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പടമുള്ള സ്ഥാനത്ത് നിന്ന് ബഹുമാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം എടുത്തു മാറ്റാൻ വരെ ധൈര്യമുണ്ടാകും. ഗാന്ധിയെയും നെഹ്റുവിനെയും അവരുടെ ഓർമ്മകളെ പോലും ഇല്ലാതാക്കി ജനാധിപത്യത്തെ കുഴിച്ചുകൂടാൻ കാരണം, ജനാധിപത്യത്തെ കുഴിച്ചുകൂടാൻ ശ്രമിക്കുമ്പോൾ ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഓർമ്മകൾ ഈ രാജ്യത്ത് അതിനെതിരായ അതിശക്തമായ ചെറുത്തുനിൽപ്പുകൾക്ക് രൂപം കൊടുക്കും എന്നുള്ള ഭയമാണ്. അവർ ജീവിച്ചിരിക്കില്ല എങ്കിലും അവരുടെ ആശയങ്ങളെ, അവരുടെ പ്രത്യയശാസ്ത്രങ്ങളെ സംഘപരിവാർ ശക്തികൾ ഭയപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന ഈ നടപടികൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധമാണ് ഇന്ന് കേരളത്തിലും നമ്മൾ എല്ലാ ജില്ലകളിലും നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് രാജ്ഭവന്റെ മുമ്പിലും നമ്മൾ ഈ പരിപാടി നടത്തുന്നു. 100 ലോകസഭാംഗങ്ങളെയും 46 രാജ്യസഭാംഗങ്ങളെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിർണായകമായ നിയമനിർമ്മാണങ്ങൾ
പ്രതിപക്ഷമില്ലാതെ നടത്തിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുകയും അതിനെ അപലപിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ലോക്സഭയിൽ നിന്ന് ഞാൻ ഉൾപ്പെടെയുള്ള 100 MP-മാരും രാജ്യസഭയിൽ നിന്ന് 46 MP-മാരും അങ്ങനെ മൊത്തം 146 MP-മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഏകപക്ഷീയമായി മാത്രം ചർച്ച ചെയ്ത് പാസാക്കിയ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ നടക്കുന്ന സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് രാജ്ഭവന്റെ മുമ്പിൽ നമ്മൾ ഈ പ്രതിഷേധവുമായി 25 വർഷത്തെ, അതായത് ലോകസഭയിലെയും നിയമസഭയിലെയും പാർലമെന്ററി പ്രവർത്തനങ്ങൾക്കിടയിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സസ്പെൻഷൻ. പക്ഷെ അതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. കാരണം ജനാധിപത്യത്തിനെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ പോരാടിയതിൻ്റെ ഫലമായി കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ ഈ സസ്പെൻഷൻ. ഇവിടെ കഴിഞ്ഞ 13-ാം തീയതി ഉണ്ടായ സംഭവം, 2 പേര് ലോകസഭയ്ക്കകത്തേക്ക് എടുത്തു ചാടിയ സംഭവം, ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒരു വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളെയൊക്കെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തത്. ഇവിടെ ഞാൻ ആ ദിവസം 13-ാം തീയതി 12 മണിക്ക് കേരളത്തിൽ നിന്നുള്ള UDF-ന്റെ MP-മാർ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഞങ്ങൾ ഒരു നിവേദനം തയ്യാറാക്കി അവരെ ഏൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിരുന്നു. ഇപ്പോൾ പാർലമെന്റിനകത്തുള്ള അവരുടെ ഓഫീസിൽ അവരുടെ നിവേദനം കൊടുത്ത് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സവിസ്തരം പ്രതിപാദിച്ച് ഞങ്ങൾ മടങ്ങുകയും ഞാൻ നേരെ സഭയ്ക്കകത്തേക്ക് കയറി ചെല്ലുകയും അവിടെ 0 അവറാണ്. 12 മണി മുതൽ 1 മണി വരെയാണ് ശൂന്യവേള. ഇപ്പോൾ പാർലമെൻറ്റിലൊരു നിയമമുള്ളത് കേരള അസംബ്ലി പോലെയല്ല. ലോകസഭയിൽ ഈ ശൂന്യവേളയിൽ വിഷയങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ജനപ്രതിനിധി MP-മാർ സ്പീക്കർക്ക് നേരത്തെ നോട്ടീസ് നൽകും. അതിൽ 20-ൽ കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ അത് നറുക്കിട്ട് 20 പേരെ തീരുമാനിക്കും. അപ്പോൾ ആ ശൂന്യവേളയിലെ അവസാനത്തേക്ക് എടുക്കുകയാണ്, ഏതാണ്ട് 1 മണിയാവാൻ. അപ്പോൾ ആ ദിവസം ഈ 6ാമത്തെ പേരുകാരനായി ഉണ്ടായിരുന്ന തിരുവനന്തപുരം MP ഡോക്ടർ ശശി തരൂർ, അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിവേദന സംഘത്തിൽ ഞങ്ങളുടെ കൂടെയാണ്. 6ാമത്തെ പേര് വിളിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളോടൊപ്പം ഇരിക്കുകയാണ്. തിരിച്ചു വന്നതിന് ശേഷം ഈ 20ാമത്തെ പേരുകാരനെ വിളിച്ചു കഴിഞ്ഞാൽ തനിക്ക് ഒരു ചാൻസ് നൽകണം എന്ന് തരൂര് സ്പീക്കറോട് പറയുന്നു. അപ്പോൾ സ്പീക്കറല്ല, രാജേന്ദ്ര അഗർവാൾ എന്ന പാനൽ ഓഫ് ചെയർമാൻ. ഇത്തവണത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഇത്തവണത്തെ ലോക്സഭ 17ാം ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇതുവരെ ഉണ്ടായിട്ടില്ല. സാധാരണ ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിനായിരിക്കും. കാരണം അവിടുത്തെ ഒരു ഘടന അങ്ങനെയാണ്. കേരള അസംബ്ലി പോലെ ഈ ബഡ്ജറ്റിന് അനുകൂലിച്ച് പ്രസംഗിക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കറുടെ സംവിധാനം ലോക്സഭയിലില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിനായിരിക്കും. പ്രതിപക്ഷത്തിന് നൽകാതിരിക്കാൻ 5 വർഷം ആ പോസ്റ്റ് ഒഴിച്ചു. ഇനിയിപ്പോൾ ഒരു സെഷൻ മാത്രമേ ഉള്ളൂ. അത് ഏതാണ്ട് 2 ആഴ്ചയിൽ കൂടുതൽ ഉണ്ടാവില്ല. അതുകൊണ്ട് അതിലിടയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കില്ല. അപ്പോൾ പാനൽ ഓഫ് ചെയർമാൻ ആയിട്ടുള്ള രാജേന്ദ്ര അഗർവാൾ UP-യിലെ അംഗമാണ്. അദ്ദേഹമാണ് സഭയിൽ അധ്യക്ഷത വഹിച്ചത്. അദ്ദേഹത്തിനോട് ശശി തരൂര് ഇങ്ങനെ ഡയസിന്റെ താഴെ നിന്ന് കാര്യങ്ങൾ പറയുകയും 20ാമത്തെ പേരുകാരൻ കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കാമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ തരൂര് സീറ്റിലേക്ക് മടങ്ങുമ്പോഴാണ് 20ാമത്തെ പേരുകാരൻ ബംഗാളിൽ നിന്നുള്ള BJP അംഗത്തിനെ
അദ്ദേഹത്തിന്റെ സബ്മിഷൻ അവതരിപ്പിക്കാൻ ക്ഷണിക്കും. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കാണ് ഒരു ബഹളം കേട്ട് നോക്കിയപ്പോൾ ഒരാള് ചാടിയ കാഴ്ച ഞങ്ങൾ. രണ്ടുപേര് ചാടാൻ ശ്രമിച്ചെങ്കിലും ഒരാൾ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മേത്ത് തട്ടി അവിടെ തന്നെ വീണു. രണ്ടാമത്തെ ആളാണ് സഭയ്ക്ക് അകത്തേക്ക് ചാടിക്കഴിയുമ്പോൾ ഇയാളുടെ കയ്യിൽ ഷൂ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഷൂ കയ്യിൽ വെച്ചിരിക്കും. ഞങ്ങൾ ഏറ്റവും ഞങ്ങൾ എറിയാൻ വേണ്ടിയിട്ടാണോ ഷൂ, അത് ബോംബാണോ എന്നുള്ളൊരു ഭയാശങ്ക എല്ലാവർക്കും ഉണ്ടായി. ഒരു യാഥാർത്ഥ്യം തന്നെ. പക്ഷെ പിന്നീടാണ് അതിൽ നിന്നും ഒരു കുറ്റിയെടുത്ത് അത് പുകയ്ക്കുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ശബ്ദരായിട്ടിരിക്കുകയാണ് സെക്യൂരിറ്റിക്കാർക്ക്. ഇത് പുകച്ചു കഴിഞ്ഞ് ഇതിന്റെ രൂക്ഷമായ ഒരു ഗന്ധം അവിടെ ആകെ പരക്കുകയാണ്. അപ്പോഴേക്കും ആ ഭാഗത്തിരുന്ന MP-മാരാണ് ഇയാൾ ആദ്യമായിട്ട് കീഴടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സെക്യൂരിറ്റിക്കാർ വരുന്നത്. ഇപ്പൊ പാർലമെന്റ് അവസ്ഥ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇരിക്കുന്ന സന്ദർശകൻ കൈ മടിയിൽ നിന്ന് ഒന്ന് മാറ്റിയാൽ ഉടൻ സെക്യൂരിറ്റിക്കാരൊന്ന് പഴയ പോലെ വെക്കാൻ പറയുന്ന സ്ഥലമാണ്. അത്രയേറെ സെക്യൂരിറ്റി. അവിടെയാണ് സുഖമായിട്ട് ഒരാൾ ചാടി ഈ തീ പോയിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രധാന ഡിമാൻഡ് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി അംഗീകരിക്കാത്തതെന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ രൂപകൽപ്പന ചർച്ച ചെയ്യപ്പെടും. രണ്ട്, സന്ദർശക പാസ് നൽകുന്നതിലുള്ള പാളിച്ചകൾ ചർച്ച ചെയ്യപ്പെടും. അതല്ലാതെ പുറത്ത് പറഞ്ഞത് അകത്ത് പറയാൻ എന്തിനാ അവർക്ക് ഇത്ര മടി? സത്യം പറഞ്ഞാൽ ഇതാണ് കാരണം. ഇപ്പൊ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ അകത്തുനിന്നാണ് ഒരാൾ ചാടിയതെങ്കിൽ ഒന്നുകിൽ അയാൾ മരണപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ കാലൊടിയുമായിരുന്നു. കാരണം അത്രയേറെ ഹൈറ്റ് ഉണ്ട് പഴയ പാർലമെന്റ് മന്ദിരത്തിൽ, സന്ദർശക ഗാലറിയും സഭയായിട്ട്. ഈ സഭയിൽ ഹൈറ്റ് കുറവാണ്. അതാണ് ചാടിയ ആള് സുരക്ഷിതനായിട്ട് ചാടുകയും ഷൂവിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ച ഇതെടുത്ത് പുകയ്ക്കുകയും ചെയ്യും, കുറ്റിയെടുത്ത് പുകയ്ക്കുകയും ചെയ്യും. അപ്പോ ആ നിർമ്മാണത്തിലെ അപാകത അതിൽ ഏറ്റവും പരമപ്രധാനമാണ്. ഈ സന്ദർശകരും MP-മാരും ഒരേ കവാടത്തിൽ കൂടിയാണ് കയറുന്നത് പുതിയ മന്ദിരം. പഴയതിൽ അങ്ങനെയല്ല, രണ്ടുകൂട്ടരും പരസ്പരം കാണില്ല. കാരണം അത് വേറെ ഭാഗത്താണ് സന്ദർശകർ കയറുന്നത്. MP-മാർക്ക് പ്രത്യേക ഡോറുണ്ട്. ഇവിടെ എല്ലാം കൂടെ ഒരു വാതിൽ കൂടെയാണ് കയറുന്നത്. അതിന് ഏറ്റവും രസകരമായ മറ്റൊരു കാര്യമുണ്ട്. 7-ാം തീയതിയാണ് എൻ്റെ ഓർമ്മ. ഡിസംബർ 7-ാം തീയതി ഞാൻ പാർലമെന്റിൽ കയറുമ്പോൾ ഒരാൾക്കൂട്ടം ഞാൻ കണ്ടു. ആ ആൾക്കൂട്ടം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഈ തലസ്ഥാന നഗരിയിലെ BJP-യുടെ കൗൺസിലർമാരാണ്. ആ കൗൺസിലർമാര് ഒരുമിച്ച് കയറുമ്പോ ആ കൂട്ടത്തിലാണ് MP-മാരായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ളവർ കയറുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ പാസ് ഇഷ്യൂ ചെയ്യാനൊരു നിയമമുണ്ട്. സെയിം ഡേ പാസിനാണെങ്കിൽ ഒരു MP-ക്ക് ഒരു പാസേ കൊടുക്കും. നെക്സ്റ്റ് ഡേ പാസ് ആണെങ്കിൽ 2 പാസ് കൊടുക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയേറെ കൗൺസിലർമാർ കയറണമെങ്കിൽ ആരും പാസ് കൊടുക്കും? അപ്പൊ പറഞ്ഞു, പാർലമെന്ററി കാര്യ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് V. മുരളീധരൻ ശുപാർശ നൽകി പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ് പാസ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ നിന്ന് കേരള നിയമസഭയിലെ പ്രാതിനിധ്യം പോലും ഇല്ലാത്ത ഒരു പാർട്ടി കേന്ദ്രം ഭരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഏതാണ്ട് 10ഓളം പാസുകൾ ഒരേ സമയത്ത് ഇഷ്യൂ ചെയ്യാണ്. ഇതൊക്കെ പുറത്തു വരുമല്ലോ ചർച്ച ചെയ്യുമ്പോൾ. ഒന്ന്, പാർലമെന്റിന്റെ ഘടന രൂപകൽപ്പന ചർച്ച ചെയ്യപ്പെടും. 2, അശാസ്ത്രീയമായിട്ടുള്ള പാസ് നൽകുന്നത് ചർച്ച ചെയ്യപ്പെടും. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തന്ത്രപൂർവ്വം സഭയ്ക്ക് പുറത്ത് മാത്രം സ്റ്റേറ്റ്മെന്റ് നടത്തുകയും അകത്ത് നടത്താതിരിക്കുകയും. അപ്പൊ ഇത്രയേറെ സെക്യൂരിറ്റി ലാപ്സ്, അതോടൊപ്പം തന്നെ പാസ് ഇഷ്യൂ ചെയ്യുന്നതിലുള്ള ആക്ഷേപം, ഇത് രണ്ടും പുറത്തു വരാതിരിക്കാനാണ് ചർച്ച ചെയ്യാതെ 100ഓളം MP-മാരെ ലോക്സഭയിൽ നിന്ന് പുറത്തു. അതെന്താ ഞങ്ങൾക്കെതിരായി പറയുന്ന കാരണം? പ്ലക്കാർഡ് പിടിച്ചു, വെല്ലിലിറങ്ങിയ. ഞാൻ ചോദിക്കട്ടെ, 10 വർഷം UPA സർക്കാർ ഭരിച്ചപ്പോ ഇന്നത്തെ NDA എത്ര തവണ വെല്ലിലിറങ്ങി? എത്ര തവണ മുദ്രാവാക്യം മുഴക്കി? എത്ര തവണ സ്പീക്കറുടെ ചേംബറിലേക്ക് അരിച്ചു കയറിയിട്ടുണ്ട്?
ഒരു വനിതാ സ്പീക്കർ ഇരുന്ന സന്ദർഭത്തിൽ പോലും രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് മീരാകുമാറിന്റെ കാലത്ത് ഡേസിലേക്ക് എരച്ചു കയറിയവരാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ പുറത്താക്കാൻ പ്രമേയം കൊണ്ടുവന്ന സമയം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മാത്രമല്ല, മുഖ്യ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവിനെയും ഡെപ്യൂട്ടി നേതാവിനെയും ചീഫ് വിപ്പിനെയും ഇവിടെ ശരിയാക്കി ഉൾപ്പെടും. ഞങ്ങളെയാണ് ഒറ്റയ്ക്ക് പുറത്താക്കുന്നത്. മാത്രമല്ല, തൃണമൂലിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ്, DMKയുടെ പാർലമെന്ററി പാർട്ടി, ഇവര് പുറത്താക്കുക. ആദ്യം 17 പേരെ 14-ാം തീയതി പുറത്താക്കി. പിന്നെ 33 പേരെ ഞാൻ ഉൾപ്പെടെ 18-ാം തീയതി പുറത്താക്കി. ഇന്നലെ പോലും സസ്പെൻഷൻ. സഭ പിരിയുന്ന വരെയാണ് ഞങ്ങളുടെയൊക്കെ സസ്പെൻഷൻ. ഇന്നലെ സഭ പിരിഞ്ഞു. ആ പിരിയുന്നതിന് മുമ്പ് സസ്പെൻഷൻ, 3 പേര് സസ്പെൻഷൻ. ഇതൊക്കെയാണ് പാർലമെന്റിൽ നടന്നത്. പാസാക്കിയ നിയമങ്ങളോ ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ലേ. CRPC-ക്ക് IPC-ക്ക് ഒക്കെ പകരം പുതിയ നിയമം കൊണ്ടാണ് ചർച്ച ചെയ്യാതെ പോസ്റ്റൽ നിയമം പാസാക്കുന്നു. ഇവിടെ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രിയെ വെച്ച് ഇലക്ഷൻ കമ്മീഷനെ പൂർണ്ണമായിട്ടും BJP-വൽക്കരിക്കുന്ന നിലപാടിലേക്ക് പോവുകയാണ്. ഇതൊക്കെ ഒരു ചർച്ചയും കൂടാതെ മിനിറ്റുകൾക്കുള്ളിലാണ് പാസ്സാക്കുന്നത്. ഇന്നലെ ഈ നിയമങ്ങൾക്കൊക്കെ പുറമെ ബാക്കി എല്ലാ നിയമങ്ങളും ഒറ്റയടിക്ക് പാസ്സാക്കിയിട്ടാണ് ഇന്ന് വൈകുന്നേരം അവസാനിക്കേണ്ട സഭ ഇന്നലെ വൈകുന്നേരം അവസാനിച്ചു. ഇതിനെതിരായി പ്രതികരിക്കേണ്ട ചുമതല ജനാധിപത്യ വിശ്വാസികൾക്കില്ലേ? അതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ശക്തമായിട്ടുള്ള സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ 2 സർക്കാരുകൾ, ഞാൻ പറഞ്ഞല്ലോ, പിണറായിയാണോ ഭേദം, നരേന്ദ്രമോദിയാണോ ഭേദം എന്ന് ചോദിച്ചാൽ ഈനാമ്പേച്ചിയാണോ ഭേദം, മരപ്പെട്ടിയാണോ ഭേദം എന്ന് ചോദിക്കുന്ന പോലെയാണ്. രണ്ടും ഒരേ മുഖത്തിൽ കെട്ടേണ്ടവരില്ല. ഇവര് തമ്മിലുള്ള പോര് പകല് മാത്രമേ ഉള്ളൂ, രാത്രി ഇവര് തമ്മിൽ അന്തർധാരയുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നവകേരള സദസ് യാത്ര. മഞ്ചേശ്വരത്ത് നിന്ന് പുറപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ എത്തിയപ്പോ കൊല്ലത്ത് മാത്രമാണ് യുവമോർച്ചയുടെ ഒരു നേരിയ കൊടി കാണാൻ കഴിഞ്ഞു. ബാക്കി ഒരിടത്തും കാണാൻ കഴിഞ്ഞില്ല. അതാണ് ഈ അന്തർധാരയുടെ ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നവകേരള സദസ് സത്യം പറഞ്ഞാൽ ബഹിഷ്കരിക്കാൻ എടുത്ത തീരുമാനം എത്രയും ഉചിതമായി. കാരണം ഭരണകക്ഷിയിലെ 3 ജനപ്രതിനിധികളെയാണ് അപമാനിക്കുന്ന രീതിയിൽ പിണറായി സംസാരിച്ചു. ഒന്ന് ശൈല ടീച്ചർ, 2 നാട്ടി MLA CC മൂന്നൻ, 3 നമ്മുടെ കൂട്ടത്ത് പോയ പാവം തോമസ് ചാണ്ടിയാണ്. ഭരണകക്ഷിക്ക് തന്നെയാണ് ഇതാണ് അനുഭവമെങ്കിൽ പിന്നെ പ്രതിപക്ഷത്തിന്റെ കാര്യം പറയണം. ഏതായാലും നമ്മുടെ പ്രവർത്തകർ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്, KSU, കൊല്ലത്തെത്തിയപ്പോൾ മഹിളാ കോൺഗ്രസ് എല്ലാം നല്ല രീതിയിൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയതിന് അവരെ അഭിനന്ദിക്കാൻ കൂടെ ഈ സന്ദർഭം വിനിയോഗിക്കുക. പിന്നെ ഗാന്ധിസം എന്ന് പറയുന്നത് തുല്യ എതിരാളിയോട് വേണം ഗാന്ധിസം പ്രയോഗിക്കാൻ. അതല്ലാത്തവരോട് ഗാന്ധിസത്തിന് പ്രസക്തിയില്ല. പിന്നെ ഗാന്ധിജി എന്നെ പറഞ്ഞിട്ടുള്ളത്, ഇടത്തെ കൗളത്ത് അടിച്ചാൽ വലത്തെ കൗള് കാണിച്ചു കൊടുക്കണം, വലത്തെ കൗളിൽ അടിച്ചാലോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ നയം എന്താ? വലത്തെ കൗളത്തും അടിച്ചാൽ അടിക്കുന്നവന്റെ കർണക്കുറ്റി അടിച്ചു കൊടുക്കുക. അപ്പൊ അതുകൊണ്ടാണ് ജീവൻ രക്ഷാപ്രവർത്തനം ശക്തമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഈ നവകേരള സദസ് കഴിഞ്ഞാലും ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ബാക്കി കാര്യങ്ങൾ നാളെ DGP ഓഫീസ് മാർച്ചിൽ പറയാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണയ്ക്ക് എല്ലാവിധ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്, ജയ് UDF. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രസ്താവന നടത്തണം എന്നാവശ്യപ്പെട്ടതിന് പേരിലാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധികളെ കൂട്ടമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ലോക്സഭയിൽ നിന്ന് 100 MP-മാരെയും രാജ്യസഭയിൽ നിന്ന് 46 MP-മാരെയും ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്തത് പാർലമെന്റിനകത്ത് നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടതിന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആക്രമണം BJP തന്നെ ആസൂത്രണം ചെയ്തതാണോ എന്ന്. കാരണം അക്രമകാരികൾക്ക് അകത്ത് കടക്കാൻ പാസ് ഒപ്പിട്ട് നൽകിയത് BJP-യുടെ MP-മാർ സസ്പെൻഡ് ചെയ്ത ഉടനെ
അതിപ്രധാനമായ 3 ബില്ലുകൾ 3 നിയമങ്ങൾ പാസാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരു ചർച്ച കൂടാതെ ഈ നിയമങ്ങൾ പാസാക്കിയെടുക്കുന്നതിന് വേണ്ടി BJP തന്നെ ആസൂത്രണം ചെയ്ത ഒരു ഭീകരാക്രമണമായിട്ടാണ് നമുക്കിതിനെ കാണാൻ വേണ്ടി കഴിയുന്നത്. ചരിത്രത്തിലാദ്യമായി ക്രൂരമായ ജനാധിപത്യ ദോഷം നമ്മുടെ രാജ്യത്ത് നടന്നിരിക്കുന്നത്. അതിനെതിരായിട്ടാണ് UDF ഇന്ന് അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിലാകട്ടെ, കേരളത്തിന്റെ ഭരണത്തലവൻ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഇതുവരെയും പ്രസ്താവന യുദ്ധമായിരുന്നെങ്കിൽ ഇപ്പൊ വാടാ പോടാ വിളിക്കണം. ഗുണ്ട തെരുവുകളെ പോലെ, തെരുവ് ഗുണ്ടകളെ പോലെ ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലഡി കണ്ണൂർ എന്നാണ് ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ചെങ്കിൽ ബ്ലഡി സക്കർ യുവർ മൗത്ത് എന്നാണ് തിരിച്ച് ഇങ്ങോട്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി മരുമകൻ പ്രതികരിച്ചത്.